ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ കേട്ടോ. സോൾഡർലെസ് ബ്രെഡ് ബോർഡിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രെഡ് ബോർഡിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കും സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ. നമുക്കിത് ഞാൻ ഒരു ബൗളിൽ വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾക്ക് പൈപ്പിന് ലെങ്ത്ത് കൂട്ടിക്കാണ്ട് ഒരു ടാങ്കിലൊക്കെ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ട കമ്പോണൻസ് നമുക്ക് കാണാം. അതിൻ്റെ മുന്നേ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ട സാധനങ്ങൾ പറയണമെങ്കിൽ ഒരു സോൾഡർലെസ് ബ്രെഡ് ബോർഡ് വേണം, പിന്നെ 3 LED വേണം. ഏത് കളറിലുള്ള LED ആയാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ റെഡ്, ബ്ലൂ, യെല്ലോ ആണ് എടുത്തിരുന്നത്. പിന്നെ 3 ഹുക്കപ്പ് വയർ വേണം, ചെറിയ പീസ് 3 ഹുക്കപ്പ് വയർ വേണം. പിന്നെ 9 വോൾട്ട് ബാറ്ററി, ഏത് ബാറ്ററി ആയാലും കുഴപ്പമില്ല, 9 വോൾട്ട് ആണ്. ഏത് കമ്പനി ബാറ്ററി ആയാലും കുഴപ്പമില്ല, 9 വോൾട്ട് ആയാൽ മതി. പിന്നെ ഒരു ബാറ്ററി കണക്ടർ വേണം. ബാറ്ററി കണക്ടറിൻ്റെ 2 അറ്റവും ജമ്പറോ അല്ലെങ്കിൽ ഒരു ഹുക്കപ്പ് വയറോ വെച്ചുകൊണ്ട് കണക്ട് ചെയ്ത് വെക്കണം. എന്നാലേ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യാൻ സുഖമാവുള്ളൂ. പിന്നെ ട്രാൻസിസ്റ്റർ BC547 3 വേണം. പിന്നെ 1K റെസിസ്റ്ററും നമുക്ക് 3 വേണം. പിന്നെ 47K ഓംസിൻ്റെ റെസിസ്റ്ററും 3 വേണം. പിന്നെ 10K ഓംസിൻ്റെ റെസിസ്റ്ററും അതേപോലെ 3 വേണം. പിന്നെ ഒരു ബസർ വേണം, 5 വോൾട്ടിൻ്റെ ബസർ വേണം. പിന്നെ ഒരു PVC പൈപ്പിൽ 4 ഹോൾസ് ഇട്ടുകൊണ്ട് കുറച്ച് വയർ കണക്ട് ചെയ്തിട്ടുള്ള ഒരു PVC പൈപ്പ് വേണം. അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ ഒരു ബൗൾ വേണം. ഞാൻ ബൗളിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കിണറ്റിലോ ടാങ്കിലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈപ്പിൻ്റെ ലെങ്ത്ത് കൂട്ടിക്കൊണ്ട് ചെയ്താൽ മതി. ഇതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഒരു BC547 ട്രാൻസിസ്റ്റർ എടുക്കുക. അതിൻ്റെ ഫ്ലാറ്റ് ഭാഗം നമ്മുടെ ഫേസിനോട് നേരെയായിട്ട് കണക്ട് ചെയ്യാം. ബ്രെഡ് ബോർഡ് വീഡിയോയിൽ കാണുന്ന പോലെ വെച്ചിട്ട് അതിൻ്റെ ഫ്ലാറ്റ് ഭാഗം ട്രാൻസിസ്റ്ററിൻ്റെ BC547 ട്രാൻസിസ്റ്ററിൻ്റെ ഫ്ലാറ്റ് ഭാഗം നമ്മുടെ ഫേസിനോട് ചേർന്നിട്ട് കണക്ട് ചെയ്യുക. ചേർന്ന രൂപത്തിലായിട്ട് കണക്ട് ചെയ്യുക. വീഡിയോയിൽ കാണുന്ന പോലെ കണക്ട് ചെയ്യുക. ഒരു 5 വോൾട്ട്സ് ലൈൻസ് വിട്ടിട്ട് വീണ്ടും ഒരു ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യാം. വീണ്ടും ഒരു 5 വോൾട്ട്സ് അല്ലെങ്കിൽ ലൈൻസ് വിട്ടിട്ട് ഒരു ട്രാൻസിസ്റ്ററും കൂടി കണക്ട് ചെയ്യുക, BC547. ഈ ട്രാൻസിസ്റ്ററിൻ്റെ ലെഗ്സ് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ പിന്നെ കളക്ടർ, സെക്കൻഡത്തെ പിന്നെ ബേസ്, തേർഡ് പിന്നെ എമിറ്റർ. ഇനി ഒരു ഹുക്കപ്പ് വയർ എടുക്കുക, ഒറ്റ കമ്പി വയർ. ഹുക്കപ്പ് വയർ എടുത്തിട്ട് 3ാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ കണക്ട് ചെയ്യുക. അതിൻ്റെ ഒരറ്റം 3ാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ കണക്ട് ചെയ്യുക. മറ്റേ അറ്റം എന്ത് ചെയ്യുക, ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവിലും കണക്ട് ചെയ്യുക. മറ്റേ അറ്റം ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവിൽ കണക്ട് ചെയ്യുക. വീണ്ടും ഒരു ഒരു ഹുക്കപ്പ് വയർ എടുക്കുക. അത് 1ാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ കണക്ട് ചെയ്യുക. 1ാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ കണക്ട് ചെയ്യുക. 1ാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ഉദ്ദേശിച്ചത് 1ാമത്തെ പിന്നെ കളക്ടറിൽ കണക്ട് ചെയ്യാം. മറ്റേ അറ്റം ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവിലും കണക്ട് ചെയ്യാം. വീണ്ടും ഒരു ഹുക്കപ്പ് വയർ എടുക്കുക. അത് 2ാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ കണക്ട് ചെയ്യുക. ഒരറ്റം മറ്റേ അറ്റം ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവിലും കണക്ട് ചെയ്യുക. വീഡിയോയിൽ കാണുന്ന പോലെ കണക്ട് ചെയ്യുക. ഇനി ഒരു 47K ഓംസിൻ്റെ 3 റെസിസ്റ്റർ എടുക്കുക. 47K ഓംസിൻ്റെ റെസിസ്റ്റർ 3 എടുക്കുക. അതിൽ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ ഒരറ്റം 1ാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കണക്ട് ചെയ്യുക. മറ്റേ അറ്റം ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിൽ കണക്ട് ചെയ്യുക. 1ാമത്തെ അറ്റം 1ാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കണക്ട് ചെയ്യുക. മറ്റേ അറ്റം ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിലും കണക്ട് ചെയ്യുക. വീണ്ടും ഒരു റെസിസ്റ്റർ എടുക്കുക.
47K ഓംസിൻ്റെ അത് ബേസിൽ കണക്ട് ചെയ്യുക. രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കണക്ട് ചെയ്യുക. മറ്റേ അറ്റം ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിലും കണക്ട് ചെയ്യുക. വീണ്ടും ഒരു റെസിസ്റ്റർ എടുക്കുക, 47K ഓംസിൻ്റെ റെസിസ്റ്റർ എടുക്കുക. അതും മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കണക്ട് ചെയ്യുക. മറ്റേ അറ്റം നെഗറ്റീവിലും ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിലും കണക്ട് ചെയ്യുക. വീഡിയോയിൽ കാണുന്ന പോലെ മൂന്നും കണക്ട് ചെയ്യുക, 3 റെസിസ്റ്ററും കണക്ട് ചെയ്യുക. പിന്നെ ഞാൻ ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മുഴുവനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കപ്പ് വയർ വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു 4 ബ്ലാക്ക് വയറും 3 ബ്ലാക്ക് വയറൊക്കെ എടുത്താണ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കണക്ട് ചെയ്യുക കേട്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ. പിന്നെ ഒരു 1K ഓംസിൻ്റെ റെസിസ്റ്റർ എടുക്കുക. അത് ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിൽ കണക്ട് ചെയ്യുക. മറ്റേ അറ്റം ഒരു ഫ്രീ സ്പേസിൽ കണക്ട് ചെയ്യുക. ഫ്രീ സ്പേസ് ഉദ്ദേശിച്ചാൽ 5 ഹോൾസും ഫ്രീ ആയിട്ട് കിടക്കുക. മേലിന് 5 ഹോൾസും ഫ്രീ ആയിട്ട് കിടക്കുക. രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിലും ഒരു 1K ഓംസിൻ്റെ റെസിസ്റ്റർ മൂന്നാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുക. മറ്റേ അറ്റം ഫ്രീ സ്പേസിൽ വെക്കുക. മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ മൂന്നാമത്തെ പിന്നിൽ 1K ഓംസിൻ്റെ ഒരു റെസിസ്റ്ററും കൂടി കണക്ട് ചെയ്യുക. മറ്റേ അറ്റം ഫ്രീ സ്പേസിലും കണക്ട് ചെയ്യുക. പിന്നെ 3 LED എടുക്കുക. ഞാൻ റെഡ്, യെല്ലോ, ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ യെല്ലോ ആദ്യം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വലിയ കാല് ബ്രെഡ് ബോർഡിൽ ഞാനൊരു ഫ്രീ സ്പേസിൽ ഒരു 1K ഓംസിൻ്റെ റെസിസ്റ്റർ വെച്ചില്ലേ, ആ ഭാഗത്ത് വലിയ കാല് കണക്ട് ചെയ്യാം. ചെറിയ കാല് ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിലും കണക്ട് ചെയ്യാം. വീണ്ടും ഒരു LED എടുക്കുക. അതിൻ്റെ വലിയ കാല് എന്ത് ചെയ്യാം, ഫ്രീ സ്പേസിൽ വെച്ച് രണ്ടാമത്തെ റെസിസ്റ്റർ ഇല്ലേ ഫ്രീ സ്പേസിൽ വെച്ച് അതിൻ്റെ ഭാഗത്ത് ആ ഫ്രീ സ്പേസിൽ എന്ത് ചെയ്യാം, ഒരു LED വലിയ കാലും ചെറിയ കാല് ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിലും. വീണ്ടും ഒരു LED എടുക്കുക. അതെന്ത് ചെയ്യുക, മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൽ നിന്ന് മൂന്നാമത്തെ പിന്നിൽ നിന്ന് ഒരു 1K ഓംസ് റെസിസ്റ്റർ വന്നില്ലേ, അത് ഫ്രീ സ്പേസിൽ വെച്ചില്ലേ, ആ ഭാഗത്ത് വലിയ കാലും ചെറിയ കാല് ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിലും കണക്ട് ചെയ്യാം. ഇതിൽ കാണുന്ന പോലെ കണക്ട് ചെയ്യാം. പിന്നെ ബസർ 5 വോൾട്ടിൻ്റെ ബസറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ റെഡ് വയർ 5 വോൾട്ട് ബസറിൻ്റെ റെഡ് വയർ എന്ത് ചെയ്യാം, മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കണക്ട് ചെയ്യാം. മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കണക്ട് ചെയ്യാം. ബ്ലാക്ക് വയർ എന്ത് ചെയ്യാം, ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിലും കണക്ട് ചെയ്യാം. ബ്ലാക്ക് വയർ ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിൽ കണക്ട് ചെയ്യാം. ഞാനൊരു ചെറിയ പീസ് PVC എടുത്തിരുന്നു, കാരണം എൻ്റെ ബോളിൻ്റെ വലുപ്പത്തിനും എടുത്തിരിക്കുന്നത്. നിങ്ങൾ ടാങ്കിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാങ്കിൻ്റെ അടി മുതൽ മേലെ വരെയുള്ള വലുപ്പത്തിലുള്ള ഒരു PVC എടുക്കുക. എന്നിട്ട് 4 ഹോൾസ് ഇടുക. അതിൻ്റെ PVCൻ്റെ ഏറ്റവും അടിയിൽ ഒരു ഹോൾ ഇടുക. പിന്നെ 3 ഹോൾസ് നിങ്ങളെ വേണ്ട ലെവലിനനുസരിച്ചിടുക. മൂന്നാമത്തെ ഹോൾ എന്ത് ചെയ്യുക, വെള്ളം എതുവരെ വേണ്ടത് ആ ഭാഗം എത്ര, അതായത് ഫുൾ ടാങ്ക് ആവണ വരെ ഉണ്ടാവണം. ടാങ്കിൻ്റെ ഏറ്റവും ടോപ്പിലേക്കാണ് കൊടുക്കണം. അതായത് വെള്ളം നിറയണം എന്നുള്ള ഭാഗം വരെ കൊടുക്കണം മൂന്നാമത്തെ ഹോള്. എന്നിട്ട് ഇത് 3ഉം 4 ഹോൾസും എന്ത് ചെയ്യാം, ഒരു വയർമ കണക്ട് ചെയ്യുക. ഒരു എല്ലാം 4 വയർസിന്മ കണക്ട് ചെയ്യാം. പിന്നെ ഒരു ജമ്പർ വയർ എടുക്കുക. അതെന്ത് ചെയ്യാം, നമ്മൾ PVCൻ്റെ ഏറ്റവും അടിയിലിട്ട ഹോളില്ലേ, ആ ഹോൾമ എന്ത് ചെയ്യുക, ആ ഹോൾമെന്ന് പോണ വയറ് കറക്റ്റ് നോക്കുക. എന്നിട്ട് ആ വയർ എന്ത് ചെയ്യുക, ആ വയർമ എന്ത് ചെയ്യുക, ഒരു ജമ്പർ വയർ കണക്ട് ചെയ്യണം. വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ജമ്പർ വയർ എടുക്കുക. ബ്രെഡ് ബോർഡിന് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനാണ് ഞാൻ ജമ്പർ വയർ എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു വൈറ്റ് കളർ ജമ്പർ വയറാണ് എടുത്തിട്ടുള്ളത്. അതെന്ത് ചെയ്യുക, ആ ഏറ്റവും അടിയത്തെ ഹോൾമെന്ന് വരുന്ന വയറുമേ ഞാൻ ചുറ്റി കൊടുക്കുകയാണ്. വീഡിയോയിൽ കാണുന്ന പോലെ ചുറ്റി കൊടുക്കുക. പിന്നെ ഒരു ഇൻസുലേഷൻ ടാപ്പിൻ്റെ ചെറിയ പീസ് എടുക്കുക. എന്നിട്ട് ആ ചുറ്റി കൊടുത്തതിൻ്റെ മേലെ കൂടി ഒന്ന് ടൈറ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. പോരാതിരിക്കാനാണ് അതുപോലെ ചെയ്യണത്. ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ചുറ്റി കൊടുക്കുക.
അടിയിൽ നിന്ന് രണ്ടാമത്തെ ഹോളിൽ അതിമന്ന് വരുന്ന വയർ എന്ത് ചെയ്യുക, കറക്റ്റ് നോക്കുക. എന്നിട്ട് ആ വയർമ എന്ത് ചെയ്യുക, ഒരു 10K ohmsൻ്റെ റെസിസ്റ്റർ കണക്ട് ചെയ്യണം. അടിയിൽ നിന്ന് രണ്ടാമത്തെ ഹോളിൽ അതിമന്ന് വരുന്ന വയർ എന്ത് ചെയ്യുക, ഒരു 10K ohmsൻ്റെ റെസിസ്റ്റർ കണക്ട് ചെയ്യാം. അടിയിൽ നിന്ന് രണ്ടാമത്തെ ഹോൾമെന്ന് വരുന്ന വയറിന് ഒരു 10K ohmsൻ്റെ റെസിസ്റ്റർ കണക്ട് ചെയ്യാം. ഞാനിതൊരു ചെറിയ ബൗളിലാണ് വെച്ച് ചെയ്യണത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ടാങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടാങ്കിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള PVC എടുക്കുക. എന്നിട്ട് അതിമേൽ ഈ ചെയ്യുന്ന സെയിം കാര്യങ്ങൾ അതിമ ചെയ്താൽ മതി, ആ PVC ചെയ്താൽ മതി. ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. അടിയിൽ നിന്ന് രണ്ടാമത്തെ ഹോൾമെന്ന് വരുന്ന വയർമേ ഒരു 10K ohms റെസിസ്റ്റർ കണക്ട് ചെയ്തു. അതേപോലെ അടിയിൽ നിന്ന് മൂന്നാമത്തെ വരുന്ന ഹോൾമെന്ന് വരുന്ന വയർമേ വീണ്ടും ഒരു 10K ohms റെസിസ്റ്റർ കണക്ട് ചെയ്തു. വീഡിയോയിൽ കാണുന്ന പോലെ കണക്ട് ചെയ്യാം. ഇനി ഏറ്റവും ടോപ്പത്തെ ഹോൾമെന്ന് വരുന്ന വയറില്ലേ, ആ വയർമ വീണ്ടും ഒരു 10K ohmsൻ്റെ റെസിസ്റ്റർ കണക്ട് ചെയ്യാം. PVCൻ്റെ ഏറ്റവും ടോപ്പത്തെ വയർമേ ഒരു 10K ohmsൻ്റെ റെസിസ്റ്റർ കണക്ട് ചെയ്യാം. ഇനി ഒരു ഇൻസുലേഷൻ ടാപ്പിൻ്റെ പീസ് എടുക്കുക. അത് നമ്മൾ ചെയ്ത റെസിസ്റ്റർ കണക്ട് ചെയ്ത വയറിൻ്റെ ഭാഗത്ത് ഒട്ടിച്ചെടുക്കുക. സ്ട്രോങ് ആയിട്ട് നിൽക്കാനാണ്. ഈ ഇൻസുലേഷൻ ടാപ്പ് 3 റെസിസ്റ്റർ വെച്ച വയർമേലും കണക്ട് ചെയ്യണം, ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ അതിലുള്ള എല്ലാ വയർമേലും റെസിസ്റ്ററും ഒരു ജമ്പറും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഒരു വുഡൻ്റെ പീസ് അതിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബോൾഡ് ചെയ്യുന്നതുകൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, സുഖത്തിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വുഡൻ്റെ പീസ് വെച്ചെടുത്തിട്ടുള്ളത്. ടാങ്കിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ടാങ്കിലൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ടാങ്കിൽ സ്ട്രോങ് ആയിട്ട് എവിടെയെങ്കിലും ഫിക്സ് ചെയ്യാൻ നോക്കുക. ഞാൻ ആ വയർസിലെല്ലാം ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആ ചെയ്ത PVC ഇല്ലേ, ഞാൻ ഒരു ബൗൾ എടുത്തിക്കണേ. ആ ബൗളിനകത്തേക്ക് ഇറക്കി വെച്ചു. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ബോർഡ് നമുക്ക് പവർ കൊടുക്കണം. അതിന് 9 volt ബാറ്ററി എടുക്കുക. എന്നിട്ട് ബാറ്ററി കണക്ടർ ബാറ്ററിമ കണക്ട് ചെയ്യാം. ഞാൻ ബാറ്ററി കണക്ടറിൻ്റെ 2 തലയും, അതായത് രണ്ട് തലയും എന്താ പറയുക, ജമ്പർ കൊണ്ട് കണക്ട് ചെയ്തിട്ട് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യാനാണ്. ഇനി ബാറ്ററി മറ്റേ ബ്ലാക്ക് വയർ എന്ത് ചെയ്യാം, ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്യാം. റെഡ് വയർ നമുക്ക് ലാസ്റ്റ് കണക്ട് ചെയ്യാമല്ലോ. പിന്നെ നമ്മൾ ആ PVC പൈപ്പിൽ നിന്നില്ല അടിയത്തെ വയർ വരുന്നില്ലേ, അത് നമ്മളൊരു ജമ്പർമ കണക്ട് ചെയ്തില്ലേ. ഈ PVC പൈപ്പിൻ്റെ അടിയിൽ നിന്നൊരു വയർ വരുന്നില്ലേ, അത് നമ്മളൊരു ജമ്പർമ കണക്ട് ചെയ്തില്ല. അതെടുത്തിട്ട് എന്ത് ചെയ്യാം, ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവിൽ കണക്ട് ചെയ്യാം. പിന്നെ ആ PVC പൈപ്പിൽ നിന്ന് അടിയിൽ നിന്ന് രണ്ടാമത്തെ ഹോളില്ലേ, അതിൽ നിന്ന് വരുന്ന വയറിന് നമ്മളൊരു റെസിസ്റ്റർ കൊടുത്തില്ലേ, ഒരു 47K റെസിസ്റ്റർ, അതെടുത്ത് കാണാൻ എന്ത് ചെയ്യാം, നമ്മളെ ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിൽ കണക്ട് ചെയ്യാം. ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ
സോറി എമിറ്ററിലല്ല, ബേസിൽ കണക്ട് ചെയ്യുക. ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ രണ്ടാമത്തെ ഹോളിൽ നിന്ന് വരുന്ന വയർ എൻ്റെ വയർമ റെസിസ്റ്റർ വെച്ചില്ല, അത് ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കണക്ട് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഹോളിൽ അടിയിൽ നിന്ന് മൂന്നാമത്തെ ഹോള് അതിൽ വരുന്ന വയർ നമ്മൾ റെസിസ്റ്ററിന് കണക്ട് ചെയ്തില്ലേ, അതെന്ത് ചെയ്യുക, രണ്ടാമത്തെ റെസിസ്റ്ററിൻ്റെ ബേസിൽ കണക്ട് ചെയ്യുക. ഇനി ലാസ്റ്റായിട്ട് നമ്മളൊരു വയർമൻ കൂടിയും ചെയ്ത് വെച്ചിട്ടില്ലേ, ഏറ്റവും ടോപ്പത്തെ വയർമ റെസിസ്റ്റർ കണക്ട് ചെയ്തില്ലേ, ആ 47K ഓംസിൻ്റെ റെസിസ്റ്റർ എന്ത് ചെയ്യുക, മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ എല്ലാ കണക്ഷൻസും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പവർ കൊടുക്കാനുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ബാറ്ററിൻ്റെ റെഡ് വയർ എന്ത് ചെയ്തു, ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവും കണക്ട് ചെയ്യാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ PVC എടുത്തുകൊണ്ട് എന്ത് ചെയ്തു, എൻ്റെ ബോളിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാനേ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ വെള്ളം ഒഴിച്ച് തുടങ്ങി. വെള്ളം ഒഴിക്കുമ്പോൾ സ്ക്രൂമ് വയർമ തട്ടിയിട്ടാണ് ബ്ലിങ്ക് ചെയ്തത്. അപ്പോൾ കുറച്ച് ഭാഗം നിറഞ്ഞതുകൊണ്ട് യെല്ലോ കത്തി, പകുതി ഭാഗം നിറഞ്ഞുകൊണ്ട് റെഡ് കത്തി, ഫുൾ ഭാഗം നനഞ്ഞുകൊണ്ട് ബ്ലൂ കളറും കത്തി, ബസറും അടിച്ചു. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. സിമ്പിളായിട്ട് നമ്മൾ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിണറ്റിൽ അല്ലെങ്കിൽ ടാങ്കിലൊക്കെ ചെയ്യാം. ഞാൻ ബൗളിലാണ് ചെയ്യുന്നതെന്നുള്ളൂ. ഇത് വലിയ PVCയിലോട്ട് ഈ ഹോൾസ് എല്ലാം ഇട്ടുകൊണ്ട് കിണറ്റിലോ ടാങ്കിലൊക്കെ ചെയ്യാം. കിണറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരങ്ങളുണ്ട്. നമ്മൾ കിണറ്റിൽ വെള്ളമില്ലാത്ത സമയത്ത് മോട്ടർ അറിയാതെ ഓടിയിട്ട് എയർ അടിച്ചുകൊണ്ട് എന്താ പറയുക, മോട്ടർ കംപ്ലൈൻ്റ് ആവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉപകാരമായിട്ട് ഈ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ വെക്കുകയാണെങ്കിൽ, നമ്മളെ വാട്ടറിൻ്റെ ലെവല് പറ്റ കുറഞ്ഞ് കിടക്കുകയാണെങ്കിൽ മോട്ടർ ഓണാക്കാതിരുന്നാൽ മതി. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഈ സംഭവങ്ങൾ നിങ്ങൾ കിണറ്റിലും ടാങ്കിലൊക്കെ ഫിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക. ഫിക്സ് ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും പ്രസ് ചെയ്ത് അതിൽ ആൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.